യോഗയെക്കുറിച്ച് സംസാരിച്ചതിൻ്റെ രണ്ടാം ഭാഗം. നേരത്തെ സംസാരിച്ച വീഡിയോയിൽ ഒരുപാട് വിമർശനങ്ങൾ വന്നു. കേവലമായിട്ടുള്ള വ്യക്തി ആക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകളും മാത്രമായിട്ട് യോഗയുടെ വക്താക്കൾ അതിനെ നേരിട്ടു. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന മെയിനായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് വ്യായാമം. എന്താണ് വ്യായാമം? യോഗ വ്യായാമമാകുമോ എന്നുള്ള ചർച്ചയും കൂടി അതിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പതഞ്ജലിയുടെ യോഗാസൂത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇതൊരു സ്പിരിച്വൽ പ്രോസസ്സാണ്. അതായത് യോഗിക്ക് വേണ്ടിയിട്ട് സമാധിയിലെത്താനുള്ള ഒരു മാർഗം മാത്രമായിട്ട് കാണുന്നത്. അതിനെ രോഗചികിത്സയായിട്ട് തന്നെ പരിചയപ്പെടുന്നില്ല. രോഗമുള്ളവർ ചെയ്യാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ആധുനിക കാലത്ത് യോഗയെ എങ്ങനെയാണ് വേഷം കെട്ടിച്ചേർക്കുന്നത്. ഇന്ന് യോഗയുടെ വക്താക്കൾ യോഗയെ ഒരു വേഷമൊക്കെ കെട്ടിച്ചിട്ടിറക്കുകയാണ്. അത് സർവ്വരോഗ സംഹാരി എന്നുള്ള രീതിയിലാണ്, മികച്ച വ്യായാമം എന്നുള്ള രീതിയിൽ. യാതൊരു അധ്വാനവും ഇല്ലല്ലോ ഇതിന്. ഇത് കാലം ഉയർത്തി കൈ ഉയർത്തി തിരിച്ചു വരുമ്പോൾ ഒരു തുള്ളി വിയർപ്പും കാണില്ല. എന്താണ് വ്യായാമം കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? അത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാലാണ് ഈ യോഗ ടൈം വേസ്റ്റ് ആണെന്നുള്ള നമുക്ക് മനസ്സിലാവും. വ്യായാമം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ കാര്യം, പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, അതായത് വ്യായാമത്തിലെ 67% നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ് ആണ്. നമ്മുടെ ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും സ്മൂത്തായിട്ടുള്ള വർക്ക്, അതായത് അത് ഒരു പരിധി വരെയുള്ള ലോഡ് കൊടുത്തുകൊണ്ട് അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർക്ക് കൊടുത്തുകൊണ്ട് അതിനെ പ്രവർത്തിപ്പിക്കുക. നമുക്കറിയാം, ഹൃദയം എന്ന് പറയുന്നത് രക്തം പമ്പ് ചെയ്യാനുള്ള ഒരു ഉപകരണമാണ്. ശ്വാസകോശങ്ങൾ എന്ന് പറയുന്നത്, ലങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഊർജ്ജത്തിന് ആവശ്യമായിരിക്കുന്ന ഓക്സിജൻ വായുവിൽ നിന്ന് വലിച്ചെടുക്കുന്നതാണ്. യോഗയിൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബാസ്തിക് പ്രാണായാമം പോലെയുള്ള യോഗകളിൽ കണ്ടമാനം വായു വലിച്ചെടുക്കുകയാണ്. ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറയും. അതായത് ശക്തമായിട്ട് ഉള്ളിലേക്ക് വേഗത്തിലേക്ക് വായു വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വായു വലിച്ചെടുക്കേണ്ട ഒരു കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു അധ്വാനം ഉണ്ടെങ്കിൽ ഈ പറയുന്ന സംഭവം ഓട്ടോ റെഗുലേഷനാണ്. നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കയറ്റം കയറുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ ശ്വാസവും കൂടും, ഹൃദയമിടിപ്പും കൂടും. അതിൻ്റെ കാരണം വെച്ചാൽ നമുക്ക് എനർജി ആവശ്യമാണ്. അപ്പം കൂടുതൽ ഓക്സിജൻ കിട്ടുന്ന അവസരത്തിൽ ശ്വാസകോശം കൂടുതൽ പ്രവർത്തിക്കുകയും അതേസമയം തന്നെ ഈ ശ്വാസകോശത്തിൽ നിന്ന് ബ്രോങ്കൈലുകൾ വഴി രക്തത്തിലെ ഹീമോഗ്ലോബിനുകൾ ഓക്സിജനുമായി ചേർന്നിട്ട് ഓക്സി ഹീമോഗ്ലോബിനായിട്ട് ആ രക്തത്തിനെ ശക്തമായി ഹൃദയം അടിക്കുമ്പോൾ അതിനെ വേഗത്തിൽ നമ്മുടെ ശരീരകോശങ്ങളിൽ എത്തിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ആവശ്യമുള്ള ഊർജ്ജം അതിൽ നിന്ന് കൃത്യമായിട്ട് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഒരു നോർമലായിട്ടുള്ള ഒരു സാധാരണഗതിയിലുള്ള ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. ശ്വാസം കൂടുതൽ വേഗത്തിൽ എടുത്തിട്ട് ശ്വസിച്ച് നിർത്തുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതല്ല സുഹൃത്തുക്കൾ അവിടെ സംഭവിക്കുന്നത്. നമ്മളിത് വിചാരിക്കുന്നത് എന്താണ്, നമ്മളിങ്ങനെ വേഗത്തിൽ ഇങ്ങനെ ശ്വാസം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഓക്സിജൻ കിട്ടുന്നു, ആരോഗ്യത്തോടെ ജീവിക്കുന്നു എന്നൊക്കെയാണ്. പക്ഷേ തലച്ചോറിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ്, അതായത് CO2 അല്ലെങ്കിൽ ഓക്സിജൻ, ഈ രണ്ട് സാധനം വെച്ചിട്ടുള്ള ഒരു മെക്കാനിസം തലച്ചോറിനുണ്ട്. അത് പരിണാമത്തിലൂടെ കിട്ടിയാണ്. അതായത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, തലച്ചോറിൽ ആവശ്യത്തിന് ഓക്സിജൻ ആവശ്യമുള്ളൂ. അതായത് തലച്ചോറിൻ്റെ ഒരു പരിധിയിൽ ഓക്സിജൻ കൂടിക്കഴിഞ്ഞാൽ അപകടമാണത്. അതായത് ഹൈപ്പർ ഓക്സീമിയ, അതായത് കൂടുതൽ ഓക്സിജൻ എത്തിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോക്സിമിയ, അതും പ്രശ്നമാണ്. കുറയുന്ന അവസരത്തിൽ മായികമായിട്ടുള്ള സംതൃപ്തിയൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ കുറഞ്ഞു കഴിഞ്ഞാൽ കൊളാപ്സ് ചെയ്ത് വീടും, ചിലപ്പം മരിക്കും. പരിണാമപരമായിട്ട് ഓക്സിജൻ്റെ അളവിനെ ബ്രെയിനിൽ, രക്തത്തിൽ കൃത്യമായി നിലനിർത്താനുള്ള സിസ്റ്റം ഉണ്ട്. അത് കാർബൺ ഡൈ ഓക്സൈഡും CO2 എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ അന്തരീക്ഷത്തിൽ വളരെ കുറവ് മാത്രമേ ഉള്ളൂ. അതായത് 0.04% മാത്രമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നൈട്രജൻ വാതകമാണ്. ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 20 അതായത് 21 അടുത്ത് 20.9 സംതിങ് ആണ് വരുന്നത്. 21% എന്ന് വേണമെങ്കിൽ നമുക്ക് ചില്ലറയൊക്കെ ഒഴിവാക്കിയിട്ട് പറയാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് രക്തത്തിൽ കൂടുന്നതനുസരിച്ചിട്ട് അല്ലെങ്കിൽ കുറയുന്നതനുസരിച്ചിട്ട് തലച്ചോറിലെ രക്തക്കുഴലിൻ്റെ സങ്കോച വികാസം ഉണ്ടാവും. അത് പരിണാമപരമായിട്ട് മനുഷ്യനിൽ ഉരുത്തിരിഞ്ഞു വന്നൊരു കാര്യമാണ്. ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ, നമ്മൾ കൂടുതൽ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഉള്ളിലേക്ക് എത്തുന്നുണ്ട്, രക്തത്തിലേക്ക് അത് എത്തും. പക്ഷേ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാർബൺ ഡൈ ഓക്സൈഡിനെ ശരീരത്തിന് വളരെ പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യാൻ പറ്റും. കാരണം അത് നമുക്ക് വേണ്ടാത്ത സാധനമാണ്. അപ്പോൾ ഓക്സിജനെ അത്ര പെട്ടെന്ന് നീക്കം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജൻ എത്തുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പെട്ടെന്ന് നീക്കം ചെയ്യപ്പെടുകയും ഓക്സിജനെ കാർബൺ ഡൈ ഓക്സൈഡിനേക്കാളും കുറച്ച് സ്പീഡിലാണ് ആഗിരണം ചെയ്യപ്പെടുക. അപ്പോൾ എന്ത് സംഭവിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് പെട്ടെന്ന് നീക്കപ്പെടുകയും രക്തത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയുകയും ചെയ്യും. അപ്പോൾ രക്തത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയുന്ന അവസരത്തിൽ തലച്ചോറിലുള്ള ബ്ലഡ് വെസലിൻ്റെ ഉൾവ്യാസം ചുരുങ്ങും. അപ്പോൾ അങ്ങനെ ചുരുങ്ങുമ്പോൾ രക്തത്തിൽ ഓക്സിജൻ കൂടുതൽ ശ്വസിക്കുന്നതനുസരിച്ച് എത്തുന്നുണ്ടെങ്കിലും തലച്ചോറിലെത്തുന്ന ഓക്സിജൻ അടങ്ങിയ രക്തത്തിൻ്റെ ഫ്ലോനെ നിയന്ത്രിച്ചുകൊണ്ട് തലച്ചോറിലുള്ള ആവശ്യകതയുള്ള ഓക്സിജൻ മാത്രമേ സ്വീകരിക്കപ്പെടൂ. അതായത്
കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വല്ലാതെ കുറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ തലച്ചോറിന് മതിയായ കിട്ടാതെ വരുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതായത് നമ്മൾ കൂടുതൽ ശ്വാസം എടുത്തുകൊണ്ട് ഓക്സിജൻ കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് ഈ പരിപാടി തുടരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഈ ഓക്സിജൻ തലച്ചോറിന് ആവശ്യത്തിന് കിട്ടാതെ വരിക. കാരണം കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും തലച്ചോറും തമ്മിലുള്ള ഒരു റിലേഷൻ കാരണം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് രക്തത്തിൽ കുറയുമ്പോൾ തലച്ചോറിലെ ബ്ലഡ് വെസൽ ചുരുങ്ങും. അതുകൊണ്ട് തന്നെ രക്തത്തിന്റെ പ്രവാഹം അവിടെ കുറയുകയും അതുകൊണ്ട് തന്നെ ഓക്സിജൻ കിട്ടാതെ വരികയും ചെയ്യും. അപ്പോൾ അവിടെ സംഭവിക്കുക വെച്ചാൽ ഓക്സിജൻ കിട്ടാത്ത ഒരു അവസ്ഥ വരുന്നു. ശീർഷാസനത്തിനെ പറ്റിയൊക്കെ പറയുമ്പോൾ, അതിൻ്റെ അപകടങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ സംസാരിക്കാറുണ്ട്. ഒരുപാട് ആൾക്കാർ ശീർഷാസനം ചെയ്യാറുണ്ട്, ഞാൻ ചെയ്യാറുണ്ട്, എൻ്റെ ഗുരു ചെയ്യാറുണ്ട്. പക്ഷെ അവർക്കൊന്നും പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദങ്ങളായിട്ട് ചിലർ വരുന്നതാണ്. ഈ സ്പോണ്ടിലോസിസ് അല്ലെങ്കിൽ കഴുത്തിൻ്റെ കശേരിക്കഴുത്ത് തെന്നിയിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഷോക്ക്, അതായത് ഷോക്ക് എന്ന് പറഞ്ഞാൽ പക്ഷാഘാതം പോലെയുള്ള പ്രശ്നങ്ങൾ, തലച്ചോറിൽ അശുദ്ധ രക്തത്തെ മേലോട്ടേക്ക് തള്ളാൻ തല കീഴായിട്ട് നിൽക്കുമ്പോൾ അശുദ്ധ രക്തം തലച്ചോറിൽ കൂടുതലായിട്ട് വരികയാണ് ചെയ്യുക. അതിനെ മേലോട്ടേക്ക് തള്ളാനുള്ള സിസ്റ്റം തലച്ചോറിലില്ല. തള്ളിയിട്ട് ഇങ്ങോട്ടേക്ക് വരുത്താനുള്ള വാൾവിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. അതേസമയം തന്നെ കാലിൽ നിന്ന് അശുദ്ധ രക്തത്തെ തള്ളി മേലോട്ടേക്ക് ആറ്റാനുള്ള വാൾവുകളുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള അപകടങ്ങളെ പറ്റി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും യോഗയുടെ വക്താക്കൾ പറയുന്ന ഒരുപാട് ആൾക്കാർ ശീർഷാസനം ചെയ്യാറുണ്ട്, പക്ഷേ അവർക്കൊന്നും യാതൊരു അപകടം പറ്റിയില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ അത് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ സ്റ്റാറ്റിക്സ് എടുക്കേണ്ടത്? അവിടെയാണ് പ്രശ്നം വരുന്നത്. ഒരാൾ പറയാണ്, ഞാൻ ഒരുപാട് കാലമായി പുകവലിക്കുന്നു, അല്ലെ എൻ്റെ മുത്തച്ഛൻ ഒരുപാട് കാലമായി പുകവലിക്കുന്നു, എൻ്റെ അമ്മ ഒരുപാട് കാലമായി വെറ്റില മുറുക്ക് നടത്തുന്നു, അവർക്ക് ക്യാൻസർ വന്നിട്ടില്ല, ഓറൽ ക്യാൻസർ അവർക്ക് വന്നിട്ടില്ല, ലങ്സിൽ ക്യാൻസർ ഈ പുകവലിക്കുന്ന ആർക്കും വന്നിട്ടില്ല, എത്രയാൾ പുകവലിക്കുന്നു, അവർക്ക് എന്താ ക്യാൻസർ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അതേപോലെയാണ് ഈ ചോദ്യം. അതായത് എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ, ലങ്സിൽ വരുന്ന ക്യാൻസർ, ആ ലങ്സിൽ വരുന്ന ക്യാൻസറുകളിൽ ബാധിച്ചവരിൽ 10-8 പുകവലിക്കാരാണ്. അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. അതേപോലെ ഓറൽ ക്യാൻസർ, വായിൽ വരുന്ന ക്യാൻസർ കൂടുതലും വെറ്റില, അതായത് ടൊബാക്കോ പ്രൊഡക്ട്സിൻ്റെ, അതായത് ഹൻസ് ആയിക്കോട്ടെ മറ്റായിക്കോട്ടെ അതൊക്കെ ഉപയോഗിച്ചവരാണ്. 10-8 അങ്ങനെയാണ് അത് കിട്ടുന്നത്. ഇനി ഇതിലടങ്ങിയിരിക്കുന്ന കാർസിനോജൻ എന്ന് പറയുന്ന ക്യാൻസറിന് കാരണമാകുന്ന രാസഘടകങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ദീർഘകാലമുള്ള റെക്കറൻ്റ് ആയിട്ടുള്ള ഈ കോണ്ടാക്റ്റ് കൊണ്ടാണ് ഈ കോശങ്ങളിൽ മാറ്റം വരുന്നത്. പല ഘടകങ്ങളും ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. ഇപ്പോൾ ഇവിടെയുള്ള സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് ഒരാൾക്ക് ക്യാൻസർ വന്നിട്ടില്ല, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് പുകവലിക്കുന്നവർക്ക് ക്യാൻസർ വന്നിട്ടില്ല എന്നല്ല. ക്യാൻസർ വന്നവരിൽ ഭൂരിപക്ഷവും പുകവലി അവർക്കുണ്ട്, അതുകൊണ്ടാണ് വരുന്നത്. പുകവലിയിൽ കൃത്യമായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ സ്റ്റാറ്റിക്. അപ്പോൾ ഇത്തരത്തിലുള്ള കണക്കുകൾ കൊണ്ടുവരുമ്പോൾ അത് സമൂഹത്തിൽ തെറ്റായ ധാരണയും കൂടി വരുത്തുന്നുണ്ട്. നമ്മളിപ്പോൾ റോഡ് അപകടം എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അശ്രദ്ധരായിട്ട് എത്ര പ്രാവശ്യം വണ്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അപകടം പറ്റിയിട്ടില്ല എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? നമ്മൾ അശ്രദ്ധമായിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് അങ്ങ് ഒരു വാഹനവും കൂടി വരണമല്ലോ. അങ്ങനെ കുറേ സാഹചര്യങ്ങൾ ഒന്നിച്ചിട്ട് വരുമ്പോഴാണ് പല ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. ട്രിഗറിങ് ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്. ഇപ്പോൾ ഷോക്ക് വരാനുള്ള കാരണം വെച്ചാൽ പെട്ടെന്ന് പ്രഷർ കൂടുന്നത് മാത്രമല്ല, ഒരുപാട് ഘടകങ്ങൾ അവിടെ വേണം. ഒന്നിൽ കൂടുതൽ റിസ്ക് ഫാക്ടേഴ്സിൻ്റെ സംയോജനം. ഡയബറ്റീസ് വേണം. ഡയബറ്റീസ് വരുമ്പോൾ എന്താ സംഭവിക്കുക? ഡയബറ്റീസ് വരുമ്പോൾ രക്തധമനിയുടെ ഉൾവ്യാസങ്ങളും ഒക്കെ കുറയാനുള്ള സാധ്യതയുണ്ട്. പല ഘടകങ്ങളാണ് അതിൻ്റെ കാരണം. ശരീരത്തിൻ്റെ എല്ലാ മെക്കാനിസം എന്ന് പറയുന്നത് ഓട്ടോ റെഗുലേഷനാണ്. നിങ്ങൾ ഇച്ഛിക്കുന്ന പോലെ ഓക്സിജൻ കുറച്ചാളെ കൊടുത്തേക്കാം, അല്ലെങ്കിൽ കുറച്ച് ബ്ലഡ് കൂടുതൽ തലച്ചോറിലിട്ടേക്കാം. ഇതൊക്കെ ശരീരം അനുവദിക്കുന്നില്ല. നമ്മുടെ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് ഒരു അനൈച്ഛിക പ്രവർത്തനമാണ്. അത് നിങ്ങളുടെ കൺട്രോൾ അതിനില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഘട്ടത്തിൽ എങ്ങനെയൊക്കെ ക്രമീകരിക്കണമെന്ന് ശരീരത്തിൽ തന്നെ മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസമാണ് വർക്ക് ചെയ്യും. എന്താണ് വ്യായാമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ് ആണ് ഒന്ന്. 2 മസ്കുലർ സ്ട്രെങ്തനിങ് ആണ്, അതായത് മസിലിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത്. പിന്നെ വളരെ 15% താഴെ മാത്രമാണ് സ്ട്രെച്ചിങ് എക്സസൈസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ നോർമൽ ഫിസിക്കൽ ആക്ടിവിറ്റിയിലൂടെ കൃത്യമായിട്ട് കിട്ടുന്നത്. നമ്മൾ നടക്കുകയും ഓടുകയും ഇവിടെ കൈകുത്തിയിരിക്കുമ്പോഴും കൈ ഇങ്ങനെ എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പറയുന്ന നമുക്ക് ആവശ്യമായ നമ്മുടെ ശരീരത്തിൽ സ്ട്രെച്ചിങ് അത്രേ വേണ്ടു, അത് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ വ്യായാമം ചെയ്യേണ്ട സമയത്ത് ഈ പോയിട്ട് യോഗ ചെയ്തിട്ട് കാര്യമില്ല. യോഗ ചെയ്ത് കാല് ഉയർത്തിയിട്ടും മടക്കിയിട്ടും അല്ലെങ്കിൽ തിരിച്ച് പിടുത്തിയിട്ടും ഇരുന്നിട്ടും ഒന്നും കാര്യമില്ല. അതൊക്കെ വയറിൻ്റെ ഉള്ളിലൊക്കെ പല പ്രഷറുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ശീർഷാസനം പോലെയുള്ള അവസ്ഥയുണ്ട്. ഈ ശീർഷാസനം പോലെയുള്ള അവസ്ഥയിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് തലച്ചോറിൽ രക്തം കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ളത്. ശീർഷാസനത്തിൽ നമ്മുടെ തലച്ചോറിൽ കൂടുതൽ രക്തം എത്തിക്കഴിഞ്ഞാൽ അതിനെ മേലോട്ടേക്ക് തള്ളേണ്ട സംവിധാനമില്ല. കാരണം നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ നിൽക്കുന്നത് തലമേലെയാക്കിയാണ്. അതേസമയം കാലിൻ്റെ ഉള്ളിൽ അശുദ്ധ രക്തത്തെ മേലോട്ടേക്ക് തള്ളിവിടാനുള്ള വാൾവുകളുണ്ട്. ആ വാൾവ് തകരാറാകുമ്പോഴാണ് വെരിക്കോസ് വെയിൻ വരുന്നത്. കാലിൽ നിന്ന് മേലോട്ടേക്ക്, അതായത് അശുദ്ധ രക്തത്തിനെ ഗ്രാവിറ്റേഷൻ, അതായത് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് വിരുദ്ധമായിട്ട് തള്ളണം. ആ തള്ളുന്ന വാൾവിന് കംപ്ലൈൻറ്റ് വരുമ്പോൾ എന്ത് ചെയ്യും? ഈ അശുദ്ധ രക്തം എന്ന് പറയുന്നത്, അശുദ്ധ രക്തം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു രക്തമില്ല യഥാർത്ഥത്തിൽ. കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയ രക്തത്തിനാണ് അശുദ്ധ രക്തം എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് യോഗ ചികിത്സാ രീതിയായിട്ട് ചില ഡോക്ടർമാർ കൊടുക്കുന്നു എന്നുള്ളത്. ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന ഒന്നുണ്ട്. ഈ ഫിസിയോതെറാപ്പിയിൽ
കൃത്യമായിട്ട് ഓരോ രോഗത്തിനും കാരണങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ഭാഗത്തിനെ ശക്തിപ്പെടുത്താനുള്ള മസ്കുലർ സ്ട്രെങ്തനിങ് ആണ് അല്ലെങ്കിൽ മറ്റുള്ള ആക്ടിവിറ്റീസ് ആണെങ്കിൽ അത് ഇപ്പോൾ ഉദാഹരണമായി കൈയൊടിഞ്ഞ ഒരാൾക്ക് സംഭവിച്ച ഒരു എക്സസൈസ്, അത് ഷോക്ക് വന്നിട്ട് വായിൻ്റെ ഒരു ഭാഗം കൂടി അത് വന്ന ഒരാളെ സംബന്ധിച്ചോളം എക്സസൈസുകളൊക്കെ ചെയ്തിട്ട് അതിനെ ശക്തിപ്പെടുത്താം. ഈ തലച്ചോറിൽ ഒരു ഷോക്ക് വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തിന് ഒരിക്കലും നിങ്ങൾക്ക് റീജനറേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. പകരം ചെയ്യാൻ പറ്റുന്നത് ആ ഒരു അവയവമായിട്ട് ബന്ധപ്പെടുന്ന മസിലിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ആ ഒരു അവയവത്തിൻ്റെ പ്രവർത്തനം ഏകദേശം കൊണ്ടുവരാമെന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഫിസിയോതെറാപ്പി ചെയ്യുന്നത്. വെരിക്കോസ് വെയിന് ഒരു എക്സസൈസ് ചെയ്യുന്നുണ്ട്, അത് യോഗയായിട്ട് സമയമുണ്ട്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറയുന്ന അശുദ്ധ രക്തം മേലോട്ടേക്ക് ആയിരുന്നില്ല, വാൾവ് തകരാറിലാണ്. സാധാരണഗതിയിൽ വെരിക്കോസ് ഇല്ലാത്ത ഒരാൾക്ക് ഈ പറയുന്ന സിസ്റ്റം വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒന്നും ചെയ്യണ്ട, അത് മേലോട്ടേക്ക് തള്ളി കാറ്റിക്കോളൂ. പക്ഷേ ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചോളം ഈ കാലിങ്ങനെ മേലോട്ട് വന്നിച്ചിട്ട് താത്തിക്കഴിഞ്ഞാൽ ഗുണം കിട്ടും. മോരെ എന്താ കാട്ടാ, തൈരം എന്താ കാട്ടാൻ, ഇതൊക്കെ മെഡിക്കൽ സയൻസിൽ പറയുന്ന ചില കാര്യം കീഴിൽ വന്നേക്കാം. കാരണം ഇത് കണ്ടതിലെടുത്ത് ആസനാക്കുകയാണ് ചെയ്യുന്നത്. പ്രകൃതിയിൽ ജീവജാലങ്ങളെ കണ്ട അതിനും പിടിച്ച് ആസനാക്കും. മയിലിനെ അനുകരിക്കലാണ് മയൂരാസനം എന്ന് പറയുന്നത്. യോഗയിൽ ഭൂരിപക്ഷവും പ്രകൃതി പ്രതിഭാസങ്ങളെ അല്ലെങ്കിൽ പ്രകൃതിയിലെ ജീവികളെ അനുകരിക്കലാണ്. ഗജമുഖാസനം എന്താ, ആനയുടെ മോന്തിയാക്കിയിട്ടിരിക്കല്, ചടഞ്ഞിരിക്കല്. വൃക്ഷാസനം എന്താണ്, വൃക്ഷത്തിനെ പോലെ മേലോട്ട് പൊന്തിച്ചിട്ടിരിക്കല്. ഇതൊക്കെ ഓരോ സമയത്ത് വട്ടുകേസുകൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ഓരോ ആസനങ്ങളാക്കിയിട്ട് അങ്ങോട്ടും ആകും. സൈക്കിൾ ചവിട്ടുന്ന ആസനമുണ്ട്, സൈക്ലാസനം, അതിന് വേറെന്തോ പേരുണ്ട്, ദ്വിചക്രാസനം. ഇനി പുതിയ ആസനങ്ങൾ നാളെ വന്നുകൂടാതൊന്നുമില്ല. ഈ കൊലത്തിലുള്ള സാധനമാണ്. അതായത് കണ്ടതിനും തൊട്ടതിനും ഒക്കെ പിടിച്ചിട്ട് ആസനമാക്കി മാറ്റുമ്പോൾ സാധാരണഗതിയിൽ ഒരു രോഗത്തിന് ഫിസിയോതെറാപ്പിയിൽ കൊടുക്കുന്ന ചില സാധനങ്ങളെ കയ്യിലേക്ക് ഉണ്ടാവാം. സ്വാഭാവികമാണ് അത്. ഇവർ എന്തൊക്കെ കാണുന്നു അതിനൊക്കെ പിടിച്ച് യോഗയാക്കിയിട്ട് ഓരോ ദിവസം പുതിയ ആസനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം പുതിയ യോഗ ഗുരുക്കൾ ഇവരാണ്. ഹോട്ട് യോഗ എന്ന് പറഞ്ഞിട്ട് ചൂടുള്ള മുറി ഇരുന്നിട്ട് ചെയ്യുന്ന വട്ട് കേസുകളുണ്ട്. ഹോട്ട് യോഗ, പല യോഗകൾ, പ്രാണായാമം, ഓരോ ആൾക്കാർക്കും ഓരോ യോഗയാണ്. ഓരോ ആചാര്യന്മാർ വന്നിട്ട് ഓരോ യോഗകൾ ഓരോ ദിവസം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. യോഗേൻ്റെ യഥാർത്ഥത്തിലെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? വാർദ്ധക്യത്തെ മാറ്റുക എന്നുള്ളതാണ്. അതായത് ജഡാ നരകളെ അതിജീവിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇവരുടെ പ്രഖ്യാപിതമായ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരിക്കലും തന്നെ ഇതൊരു ചികിത്സാ രീതി അല്ല എന്നുള്ളതാണ്. അതായത് വ്യായാമ രീതിയും അല്ല. അത് തന്നെ യോഗയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതൊരു മോക്ഷ രീതിയാണ്. മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരമില്ലാത്ത അന്ധവിശ്വാസികളുടെ മൂഢസ്വർഗമാണ് മോക്ഷം എന്ന് പറയുന്നത്. ആ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് യോഗ. അതായത് അവസാനം സമാധിയിലെത്തുന്നു. ഇനി പതഞ്ജലിയുടെ യോഗാസൂത്രത്തിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതൊരു ചികിത്സാ രീതിയല്ല എന്നുള്ളത്. നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത് ആദ്യം. ഓക്കെ.